കണ്ണൂരും കാസർഗോഡും കോട്ടയത്തും സമാന സ്വഭാവമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ഒരാൾ തന്നെ 32 പേരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന വിവരവും പുറത്തുവരികയാണ്. കോട്ടയത്ത് വീട്ടമ്മയുടെ ചിത്രവും മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. പരാതികൾ കുറവായതിനാൽ നടപടികൾക്കും വേഗം കുറവാണ്. ഹരിമോഹനിലേക്ക്. ഹരി, ഇപ്പോൾ പരാതി പറയുക എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും തന്റെ പടം മോർഫ് ചെയ്യപ്പെട്ടു എന്ന് അറിയാതെ പോകും. ഇനി അറിഞ്ഞവരാകട്ടെ എങ്ങനെ നീങ്ങണമെന്നറിയാത്തവരാരും. ഇനിയിപ്പോൾ നീങ്ങിയവർക്കാകട്ടെ അതിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഇതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലെ ചിത്രം. ഹരിമോഹൻ, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി AI ടൂളുകൾ ഉപയോഗിച്ച് ഈ തരത്തിൽ സ്ത്രീകളെ നഗ്നരാക്കി പ്രദർശിപ്പിക്കുന്ന അതുവഴി കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് എന്നതിന്റെ വിവരങ്ങളാണോ നമുക്ക് ലഭിക്കുന്നത്? ഹരി, ഇക്കാര്യത്തിൽ സൈബർ പോലീസിന്റെ ഒരു നിലപാട് കൂടി അറിയേണ്ടതുണ്ട്. ഹരി, വളരെ പതുക്കെ ഒച്ചിഴയുന്ന വേഗത്തിലാണ് അവർ നീങ്ങുന്നത്. തീർച്ചയായിട്ടും സ്മൃതി, അതിൽ വേഗത കുറവുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതിക്കാരെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്തുമ്പോൾ കൂടുതൽ ടെലിഗ്രാം ഗ്രൂപ്പുകൾ കണ്ടെത്തുന്നു. ഇൻസ്റ്റഗ്രാമിൽ അടക്കം ഇത്തരത്തിലുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങളുടെ വിൽപ്പന കണ്ടെത്തുന്നു. ഫേസ്ബുക്കിലാകട്ടെ ഈ കണ്ണൂരിലൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 15,000-ഓളം പേരുള്ള ഒരു ഗ്രൂപ്പിന്റെ വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ കേസുമായിട്ടുള്ള, അതായത് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക, അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ, അതായത് സ്വമേധയാ കേസെടുക്കാനോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന മറ്റു പ്രവർത്തികൾ തടയുന്നതിനോ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൃത്യമായി സൈബർ വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച. അത് പരാതിക്കാരുടെ പരാതി പരിഗണിച്ചുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിലെ നടപടികൾ മാത്രമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സൈബർ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 തരത്തിൽ സൈബർ വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് സൈബർ ഡിവിഷനും മറ്റൊന്ന് സൈബർ ഓപ്പറേഷൻസ് വിഭാഗവും. പക്ഷേ 2 വിഭാഗങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ട് പോലും ഇതിനൊരു ഏകോപന സ്വഭാവം വരുന്നില്ല. മാത്രമല്ല സ്വമേധയാ കേസെടുക്കുന്ന നടപടികളിലടക്കം വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഓരോ കേസുകളിലും ഓരോരുത്തരെ വെച്ചോ അല്ലെങ്കിൽ 1-2 ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതോ അടക്കമുള്ള ചെറിയ നടപടികൾ മാത്രമാണ് ഉണ്ടാകുന്നത്. കാസർഗോഡ് 32 ചിത്രങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ച 32 സ്ത്രീകളുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ പിന്നീട് ആ അറസ്റ്റിൽ കാര്യങ്ങൾ ഒതുങ്ങി നിന്നു. ആ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള അന്വേഷണങ്ങൾ അവിടെ നിലച്ചു പോവുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല മറ്റൊരു കേസിൽ വയനാട് നടന്നിട്ടുള്ള തരിയോടുണ്ടായിട്ടുള്ള ഒരു കേസിൽ ആദ്യം ഒരു 17 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു. ഇയാൾ ഇത്തരത്തിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, ചിത്രങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത്, പക്ഷെ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് മാതാപിതാക്കൾക്കൊപ്പം താക്കീത് ചെയ്ത് വിട്ടു. തൊട്ടടുത്ത വർഷം 18 വയസ്സായി കഴിഞ്ഞപ്പോൾ ഇതേ ആൾ തന്നെ ഇത്തരത്തിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു, വിൽപ്പന നടത്തി എന്നുള്ള കണ്ടെത്തൽ ഇയാളെ തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഒഫൻസ് വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. പക്ഷെ അപ്പോൾ പോലും അതിന് തടയിടാനുള്ള കൃത്യമായ ഒരു ഏകോപന സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ഇതിന് ഉപയോഗിക്കുന്ന ടൂളുകളടക്കം വളരെ സുലഭമായിട്ട് തന്നെ ഉപയോഗിക്കാൻ ഇവർക്ക് കഴിയുന്നു, ഇത്തരത്തിലുള്ള സംഘങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതിൽ വിൽപ്പനയാണ് ഏറ്റവും ഗുരുതര സ്വഭാവത്തിൽ കാണേണ്ടുന്ന ഒരു കാര്യം. കാരണം ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ മാത്രമായി വിൽപ്പന ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ചില കേസുകളിൽ പോലീസ് തന്നെ പറയുന്നത്. അതിൽ ഫേസ്ബുക്കിലെ ഗ്രൂപ്പുകളടക്കം ഉപയോഗിക്കുന്നുണ്ട്, വാട്സപ്പിലടക്കം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായി പിന്നീട് തുടർ നടപടികൾ, അതായത് ഒരു ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സൈബർ വിഭാഗം തന്നെ സമ്മതിക്കുന്നുണ്ട്, കഴിഞ്ഞ 2024 ശേഷം ഇത്തരത്തിലുള്ള കേസുകളിൽ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. ആ വർധനവിനനുസരിച്ച് കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിൽ ആ വേഗമില്ല എന്നുള്ളതാണ്. ഏതായാലും കൊടും ക്രിമിനലുകൾ തന്നെയാണ്. ഈ റിപ്പോർട്ടുകൾ അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയും